ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ബത്തേരി 2 ദിവസം നിന്നിട്ട് തിരിച്ചു വരികയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പിന്നെ 10:30ൻ്റെ ബസ്സിന് വരാമെന്ന് വെച്ചിട്ടാണ് ടൗണിലേക്ക് വന്നത് കേട്ടോ. അപ്പോൾ വന്നപ്പോൾ തന്നെ 10 മണിക്ക് തന്നെ അവിടെ പിന്നെ ഗുഡല്ലൂർ ബസ് നിർത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ കയറി ഒരു മണിക്കൂർ കൊണ്ട് തന്നെ ഇവിടെ എത്തിയിട്ട് 11:15 തന്നെ പാടന്തറ എത്തി. അപ്പോൾ പാടന്തറയാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ വെള്ളം പൊന്തുന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ കാണാനൊക്കെ നല്ല രസമുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. ആലുവയിൽ മർക്കസ് ആ ഭാഗത്തൊക്കെ നല്ല വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഗൾഫുകാരെ ഏരിയയാണ് കേട്ടോ ആ ഭാഗത്തൊക്കെ. പിന്നെ കല്യാണങ്ങളൊക്കെ അധികം ഇവിടെ തന്നെയാണ് ഒക്കെ നടക്കൽ. അപ്പോൾ അവിടെ ബസ് ഇറങ്ങി ഞാൻ അങ്ങോട്ട് വീട്ടിലേക്ക് നടന്നു പോവാണ്. മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നല്ല കാറ്റും തണുപ്പ് വന്നിട്ട് കണ്ടില്ലേ, നല്ല കാറ്റുണ്ട്. അപ്പോൾ വീട്ടിലേക്ക് ഇറങ്ങുന്ന സ്റ്റെപ്പാണ് ഇട്ടത്. അപ്പോൾ വന്ന് കയറിയപ്പോൾ തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പം എന്നാൽ ഒരു കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് തന്നെ ചായ ഉണ്ടാക്കുകയാണ്. ഇത് കുറച്ച് ആര്യവേപ്പിൻ്റെ ഇല വീട്ടിൽ നിന്ന് പറിച്ചുകൊണ്ടാണ് കേട്ടോ. പിന്നെ അത് താരനും ഒരു മരുന്നുണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തൊരു 2 മണിയാകുമ്പോൾ ചോറ് അവിടെ വെച്ചത് കൊണ്ടുവന്നായിരുന്നു കേട്ടോ. മോനൊക്കെ കൊണ്ടുവന്നതിന് ബാക്കി എനിക്ക് ഉച്ചയ്ക്ക് തിന്നാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്നെടുത്ത് ചൂടാക്കുകയാണ്. രാത്രി വെച്ചത് കാരണം ഞാൻ രാവിലെ ചൂടാക്കാതെ കവറിലിട്ട് കൊണ്ടുവന്നത്. പിന്നെ ഇവിടെ വന്ന് 2 മണിയായില്ലേ, അപ്പോൾ പിന്നെ എടുത്തിട്ട് നല്ല നാവി കയറ്റി വെക്കാൻ വെച്ചിട്ട് ചൂടാക്കുകയാണ്. നല്ല തണുപ്പുമല്ല, അപ്പം ഇന്ന് ചൂടാക്കിയിട്ട് തിന്നാൻ വെച്ചിട്ട്. ബിരിയാണിയിൽ നല്ല മസാല ഉണ്ട് കേട്ടോ. എനിക്ക് ചിക്കൻ ബിരിയാണിയൊക്കെ നല്ല മസാല വേണം ചോറിന്. അപ്പോൾ അതിൻ്റെ മസാലയൊക്കെ ഒന്നാകെ ഇട്ടതുകൊണ്ട് കേട്ടോ ചോറൊക്കെ ഇത്ര കളറായിട്ടുള്ളത്. അപ്പോൾ ചമ്മന്തി കുറച്ചുണ്ടായിരുന്നു, അത് കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അപ്പോൾ ചമ്മന്തിയും കൂടി കൂട്ടിയിട്ട്, അച്ചാറൊന്നുമില്ല, അപ്പോൾ ചമ്മന്തിയും കൂട്ടി പിന്നെ നേരത്തെ കാച്ചി കുറച്ച് കട്ടൻ ചായ ഉണ്ടായിരുന്നു, നല്ല ചൂടാക്കിയിട്ട് അതും കൂടി എടുത്തിട്ട് ചോറുന്നാൻ പോവുകയാണ്. 2 മണിയായില്ലേ. പിന്നെ ഇവിടെ ചൂടുള്ള ചായ വെള്ളമൊക്കെ അങ്ങനെ നല്ല കുടിക്കുന്നതുകൊണ്ട് ചോറൊന്നും പെട്ടെന്ന് തിന്നാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.